നമുക്കൊരു വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ വേണം. അപ്പോൾ സോളജിയിലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ 4 ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് തറവാക്കാം. ഹായ്, ഞാൻ ഷഹീർ. ഞാൻ മെഡിക്കൽ എൻട്രൻസ് രംഗത്ത് ഏകദേശം ഒരു 15 വർഷത്തോളമായി. അപ്പൊ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 1-2 കാര്യങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ സബ്ജക്റ്റ് സോളജിയാണ്. അപ്പൊ സോളജിയിലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അത് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്കൊരു വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ വേണം. നീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാം, അതിന് ആദ്യം വേണ്ടത് നമുക്കൊരു സ്റ്റഡി പ്ലാനാണ്. അത് കുട്ടികൾ തന്നെ അവരുടെ അഭിരുചിക്കനുസരിച്ച് ഒരു ടൈം പ്ലാൻ ഉണ്ടാക്കണം. ആ ടൈം പ്ലാൻ ഉണ്ടാക്കിയാൽ പോരാ, അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും വേണം. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 7-8 മണിക്കൂറെങ്കിലും നമുക്ക് ഇനി അങ്ങോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ എല്ലാ മെറ്റീരിയലും ഇനി നമ്മൾ ചവറ് പോലെ പഠിച്ചു വെക്കരുത്. നമ്മൾ ഇനി പഠിക്കേണ്ടത് നമുക്ക് NCERT മാത്രമാണ്. നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഒരുപാട് ഗൈഡുകൾ നമ്മൾ ഇനി പഠിക്കുമ്പോൾ പലതും നമ്മളെ മൈൻഡിൽ നിന്ന് മിസ്സായി പോകും. ഏത് ബുക്കിൽ നിന്ന് ഏത് പഠിച്ചു എന്നുള്ളതൊന്നും നമുക്ക് ഓർമ്മയിൽ ഇല്ലാതെ വരും. അപ്പൊ അതുകൊണ്ട് NCERT മാത്രം നമ്മൾ ഇനി കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ വീക്കായിട്ടുള്ള ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഉദാഹരണത്തിന് സോളജി ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ +2 മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പൊ ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അതേപോലെ നമ്മൾ +1 നോക്കുകയാണെങ്കിൽ ബയോമോളിക്യൂൾസ്, വീണ്ടും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗം +2 എവല്യൂഷൻ. അങ്ങനെ ഈ 4 ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് തറവാക്കുക. അപ്പൊ അത് വീക്കായിട്ടാണ് ഈ ഭാഗങ്ങൾ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതിൽ മാക്സിമം ടൈം എടുത്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചില ഭാഗങ്ങളുണ്ടാവും. എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ചില ഭാഗങ്ങൾ ടെക്സ്റ്റിലുണ്ടാവും, അത് കൂടാതെ ഫോക്കസ് ചെയ്യാത്ത ചില ഭാഗങ്ങളുണ്ടാവും. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് എഴുതി വെക്കുകയോ ടെക്സ്റ്റിന്റെ സൈഡിൽ എഴുതി വെക്കുകയോ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്, പരമാവധി ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്യാം. പ്രത്യേകിച്ച് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻസുകൾ സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു സിസ്റ്റം നമ്മൾ കുട്ടികൾ കാണുന്നുണ്ട്. പൊതുവെ എല്ലാവരും പോവുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് മാത്രം പോകും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾക്ക് പ്രിയോറിറ്റി കൊടുക്കണം, വേണ്ട എന്നല്ല. അതേപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്കും ശ്രദ്ധ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സുകൾ, അതേപോലെ തന്നെ നമ്മുടെ ടേബിൾസുകളൊക്കെ ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ അതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകണം. അതിലൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ അതിൽ നിന്ന് തന്നെ വരാം. ഈ പിക്ചറുകളിൽ നിന്ന് തന്നെ ചോദ്യങ്ങളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചു പോകണം. ഓക്കെ, ഇനി ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്താൽ പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് മാക്സിമം ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കൂട്ടത്തില് നമ്മൾ വീക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ, നമുക്ക് അറിയാത്ത ഭാഗങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. നമ്മൾ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക. ഈ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മളൊരു കണക്കുണ്ടാക്കി വെക്കണം. ഞാൻ ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു, ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നുള്ളത് നമുക്കൊരു ഓർമ്മയിൽ നിൽക്കണം. മാത്രമല്ല, ആ ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസുകൾ തെറ്റിപ്പോകാം. അപ്പൊ തെറ്റിപ്പോകുന്ന ഭാഗത്ത് നിന്ന് പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, അത് ശരി ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യണം. എന്നാലാണ് ആ ക്വസ്റ്റ്യൻ നമ്മൾ തലയിൽ ഇരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ലൊരു പ്രിപ്പറേഷൻ മൊഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. NCERT മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. 2017 തുടങ്ങിയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെ ബയോളജിയിൽ ഔട്ട് എന്ന് പറയാൻ ഒരു ക്വസ്റ്റ്യനും ഇല്ല. എല്ലാം NCERT ഒതുങ്ങിക്കൊണ്ട് മാത്രമാണ്. അപ്പൊ NCERT മാത്രം പഠിച്ചാൽ മതി. അതിന്റെ പല ആംഗിളുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക. സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. കമ്പൈൻ സ്റ്റഡിയോടൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഞാൻ പറയുന്ന ഒരു മെത്തേഡ് പൊതുവെ നമ്മൾ സെൽഫ് സ്റ്റഡിയാണ്. കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ ചിലപ്പോൾ മറ്റേ കുട്ടിയുടെ ആ ലെവലിലേക്ക് ചിലപ്പോൾ നമുക്ക് എത്തിക്കോണമെന്നില്ല. ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ സംസാരങ്ങളൊക്കെ ആകും പഠനത്തിനിടയിൽ. അപ്പൊ അതൊക്കെ ഒഴിവാക്കി സെൽഫ് സ്റ്റഡി തന്നെ നമ്മൾ നടത്തുക. ഇങ്ങനെയൊക്കെയാണ് ഒരു നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഈ പ്രാവശ്യം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഷഹീർ ഫ്രം ടാർഗറ്റ്.